ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. പോരാത്തതിന് 3 നേരവും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അധികം ചേരുവകളൊന്നുമില്ല, എപ്പോഴും വീട്ടിൽ കാണുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പോരാത്തതിന് കറിയൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കാം. അത്രയ്ക്കും എളുപ്പമാണ്. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെറും അരക്കപ്പ് റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണേലും എടുക്കാം. ഈ കിണ്ണത്തിൽ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് 2 സ്പൂൺ മാത്രം തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് 1/4 ടീസ്പൂൺ മാത്രം പഞ്ചസാര ചേർത്തത്. ഞാൻ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഏത് കപ്പിലാണ് റവ എടുത്തിട്ടുള്ളത് അത്ര തന്നെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അരക്കപ്പാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ച് വരാം. അങ്ങനെ അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നല്ല ജീരകമില്ലേ, ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണിന് താഴെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇത്രയും മതി. വളരെ എളുപ്പത്തിലും എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചെറിയൊരു കഷ്ണം തക്കാളിയാണ്. കുഞ്ഞു കുഞ്ഞായിട്ട് ഇതേപോലെ മുറിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മറ്റ് വെജിറ്റബിൾ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഇതിൽ ചേർക്കാം. ഇപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു വെജാണല്ലോ ഇത് ടൊമാറ്റോ എന്ന് പറയുന്നത്. അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാസ്തയാണ്. അങ്ങനെ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂണിലും താഴെ, ഇത്രയും മതി. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കിയതിന് ശേഷം ഇതുപോലത്തെ കിണ്ണത്തിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലിയുടെ പാത്രത്തിലും തയ്യാറാക്കാം. ഇത് നമുക്ക് ഇതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. മിക്സാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ എല്ലാം ഒരുപോലെ വീഴാൻ വേണ്ടിയിട്ടാണ്. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് പൊങ്ങി വരും. അപ്പോൾ ഇല്ലെങ്കിൽ പുറത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ഒരു 1/4 കപ്പ് വരെ 1/4 ഭാഗം വരെ ഒഴിച്ച് കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഫുള്ളായിട്ട് തന്നെ. എത്രയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾ അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്തി കൊടുത്താൽ മതി കേട്ടോ. ഇതിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെള്ളം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതിലോട്ട് ഇപ്പോൾ എരിവൊന്നും ഇല്ലല്ലോ, കറിയില്ലാതെ കഴിക്കാനാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. കുറച്ച് മുളക് പൊടി ഇതേപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകോ ഇല്ല ഗരം മസാല ഏത് വേണമെങ്കിലും ആക്കി കൊടുക്കാം. എരിവിനായിട്ട് ഇല്ലെങ്കിൽ ചതച്ച മുളക് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു മുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് 10 മിനിറ്റ് വരെ വേവിച്ചിട്ട് വരാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടാറിയതിനു ശേഷം ഇതിൽ നിന്ന് മാറ്റണം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം. ഇതേപോലെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലാതെ ഞാനിപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം കറിയൊന്നും ഇല്ലാതെയാണല്ലോ കഴിക്കുന്നത്. പാൻ വെച്ചിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് 2 സൈഡ് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ, ക്രിസ്പി ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അകത്ത് നല്ല സോഫ്റ്റ്, പുറത്ത് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 സൈഡ് ഒരു ഇളം ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും ഒരു ഷെയറും അതേപോലെ തന്നെ ഒരു ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി ഈസി റെസിപ്പികൾ എൻ്റെ ചാനലുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കെച്ചപ്പോ അതേപോലെ എന്തെങ്കിലും ഒരു ചട്നിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര നേരം എന്നെ സഹിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് ഗൈസ്.